ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി കടയിൽ നിന്നും വാങ്ങാതെ സ്റ്റീം പുട്ടുപൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ പൊന്നി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചോറൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരിയാണ്. ഇത് ഏത് അരി വെച്ച് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. എന്നാലും പൊന്നിയരി വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട്. മട്ടയരി വെച്ചുണ്ടാക്കിയാലും നല്ലതാണ്. പച്ചരി ചിലർക്കൊക്കെ പച്ചരി കഴിക്കുമ്പോഴത്തേക്ക് നെഞ്ച് എരിച്ചിലൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം ഇതാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ അരി നന്നായിട്ട് തെളിയുന്നത് വരെ, വെള്ളം തെളിയുന്നത് വരെ ഇത് കഴുകിയെടുക്കണം. ഒരു 5-6 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ച് നമുക്ക് 1 മണിക്കൂർ ഇത് കുതിരുന്നതിനായിട്ട് വെക്കണം. കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ പൊന്നിയരി. അപ്പോൾ നല്ല വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിഴുത്തയുള്ള പാത്രത്തിലേക്ക് നമുക്ക് കോരി വയ്ക്കാം. ഒരു ചെരുവത്തിന് മുകളിലേക്ക് കിഴുത്ത പാത്രം വെച്ചിട്ട് അരി നമുക്കതിലേക്ക് മാറ്റാം. ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്റ്റീം പുട്ടുപൊടിക്കൊക്കെ അവർ എന്തെങ്കിലും പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്തിട്ടാണ് അത്രയും സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. അപ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റീം പുട്ടുപൊടി വീട്ടിൽ തന്നെ തയ്യാറാക്കി അതുകൊണ്ട് എങ്ങനെ നല്ല മയമുള്ള പുട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 1/2 മണിക്കൂർ ഇതിങ്ങനെ വെള്ളം തോരുന്നതിനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമുക്ക് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു ചെരുവത്തിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ ഈ വെച്ചിരിക്കുന്ന അതേ ആ സ്ട്രെയിനറോടെ എടുത്ത് ഇതിന് മുകളിലേക്ക് വയ്ക്കുകയാണ്. ഒരു 6-7 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു വലിയ തട്ടിലേക്ക് മാറ്റാം. വലിയൊരു തട്ടിലേക്ക് ഇത് നിരത്തി കൊടുക്കാം. എന്തെങ്കിലും ഒരു സ്പൂണോ സ്പാച്ചിലായോ വല്ലതും വെച്ച് നന്നായിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. കാരണം ചൂടുള്ളത് കൊണ്ട് കൈ പൊള്ളാതെ വലിയൊരു തട്ടിലേക്ക് നമുക്ക് നിരത്തി കൊടുത്ത് ഇത് വെയിലിൽ വെച്ചൊന്ന് നന്നായിട്ട് ഉണങ്ങണം. ഇനി വെയിലിൽ വെച്ച് ഉണങ്ങാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് മൈക്രോവേവിനകത്തോ ഓവനകത്തോ ഒക്കെ വെച്ച് നമുക്കിത് വെള്ളം മാറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നന്നായിട്ടിത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നമുക്കിത് പൊടിച്ചെടുത്ത് ഇടഞ്ഞെടുക്കണം. ഒരുവിധം തരിയായിട്ട് നമ്മൾ വലിയ കണ്ണുള്ള അരിപ്പയിൽ എടുക്കണം. ഞാനിത് അടുത്ത് മില്ലുള്ളത് കൊണ്ട് 1 കിലോയില്ലേ ഉണ്ടല്ലോ, അപ്പം മില്ലിൽ കൊടുത്ത് ഞാനത് പൊടിപ്പിച്ചു. 1 കിലോയിൽ കുറഞ്ഞ അളവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ഞാനിത് വലിയ കണ്ണുള്ള അരിപ്പയിൽ തള്ളിയെടുത്തിട്ടുണ്ട്. അരിയിൽ ജലാംശം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലെങ്കിൽ അരിപ്പൊടി നമ്മളൊന്ന് വറുത്തെടുത്ത് വെക്കണം. കൂടുതൽ ദിവസം നമുക്ക് സൂക്ഷിക്കേണ്ടത് ആയതുകൊണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇടഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് എടുത്ത് ചേർക്കാം. ഇനി പാകത്തിന് ഉപ്പ്, കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മൾ സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്നത് പോലെ നനച്ചെടുക്കണം. കട്ടയില്ലാതെ നമുക്കിത് നനച്ചെടുക്കാം. വെള്ളം ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നനച്ചെടുക്കാം. അപ്പം നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പം അതൊരു ഉരുള പോലെ വരുന്നുണ്ടെങ്കിൽ പാകമായി. നമുക്ക് കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടാനായിട്ട് മിക്സിയുടെ ഒരു വലിയ ബൗളിലേക്കിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കിട്ടും. നനച്ചൊരു കുറച്ച് സമയം നമ്മളൊന്ന് വെക്കണം. വെച്ചിട്ട് വേണം നമ്മൾ മിക്സിയുടെ ബൗളിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് പുട്ടുകുറ്റിയിൽ ഏറ്റവും അടിയിൽ 2 സ്പൂൺ തേങ്ങ ചിരകിയതിട്ട് അതിന് മുകളിൽ അരിപ്പൊടി ഇട്ട് ഇടയ്ക്കും കുറച്ച്
തേങ്ങാപ്പീരയിട്ട് മുകളിലും നമുക്ക് 2 സ്പൂൺ തേങ്ങാപ്പീരയിട്ട് മൂടി വെച്ച് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് വേവിക്കുന്നത്. സാധാരണ പുട്ടുകുടമാണെങ്കിൽ അങ്ങനെ അതിന് മുകളിൽ വെച്ച് ഈസിയായിട്ട് നമുക്ക് നല്ല മയവും രുചിയുമുള്ള പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പുട്ടുപൊടി നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഒട്ടും മായമില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റീം പുട്ടുപൊടി തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്